ഹിന്ദു പെൺകുട്ടികളെ ലവ് ജിഹാദിന് ഇരയാക്കിയെന്ന ഹിന്ദുത്വരുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്ത 10 പേരുടെ വീടുകൾ പൊളിക്കാൻ നഗരസഭ നൽകിയ നോട്ടീസ് രാജസ്ഥാൻ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. നഗരസഭയുടെ നോട്ടീസിനെ ചോദ്യം ചെയ്ത കുടുംബങ്ങൾ നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. ഹർജി തീർപ്പാവും വരെ നോട്ടീസിൽ നടപടികൾ സ്വീകരിക്കരുതെന്ന് കോടതി നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകി. 5 ഹിന്ദു പെൺകുട്ടികളെ പ്രണയക്കണിയിൽ കുടുക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിൽ 19-21 വയസ്സിനുള്ളിൽ പ്രായമുള്ള 7 പേരെയും പ്രായപൂർത്തിയാകാത്ത 3 പേരെയുമാണ് ഫെബ്രുവരി 17 രാജസ്ഥാനിലെ ബീവർ ജില്ലയിലെ രാജ്നഗർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാം മുസ്ലിങ്ങളാണ്. സംഭവത്തെ തുടർന്ന് ആരോപണ വിധേയരുടെ വീടുകൾ പൊളിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദുത്വർ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. സംഘപരിവാര സംഘടനയായ ABVP അജ്മീരിലും പ്രതിഷേധം നടത്തി. ഇതിനെ തുടർന്നാണ് വീടുകളുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ ആരോപണ വിധേയരുടെ കുടുംബങ്ങൾക്ക് മുനിസിപ്പാലിറ്റി നോട്ടീസ് നൽകിയത്. രേഖകൾ ഉടൻ നൽകിയില്ലെങ്കിൽ പൊളിക്കൽ നടപടികളിലേക്ക് കടക്കുമെന്നും ചെലവ് ഉടമകളിൽ നിന്ന് ഈടാക്കുമെന്നും നോട്ടീസിൽ പറയുന്നു. ഇതിനുശേഷം ഫെബ്രുവരി 20 പ്രദേശത്തെ 100 വർഷത്തിലധികം പഴക്കമുള്ള രാജ്നഗർ ജാമിയ മസ്ജിദിനും നോട്ടീസ് നൽകി. ഉടമസ്ഥാവകാശം സ്ഥാപിക്കുന്ന രേഖകൾ 3 ദിവസത്തിനകം നൽകണമെന്നാണ് നോട്ടീസ് പറയുന്നത്. രേഖകൾ നൽകിയില്ലെങ്കിൽ രാജസ്ഥാൻ മുനിസിപ്പാലിറ്റീസ് ആക്ട് വ്യവസ്ഥകൾ പ്രകാരം പൊളിക്കൽ നടപടി സ്വീകരിക്കും. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ഫോണിൽ സംസാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട വീട്ടുകാർ നടത്തിയ അന്വേഷണമാണ് പരാതികൾക്കും കേസിനും കാരണമെന്ന് DSP സഞ്ജൻ സിംഗ് പറയുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെയും പോക്സോ നിയമത്തിലെയും വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. പ്രദേശത്തെ ഒരു ഖബർസ്ഥാനം മുനിസിപ്പാലിറ്റി അധികൃതർ പൊളിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്.